പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ സുനിൽ പരമേശ്വരൻ. സ്റ്റുഡിയോയിൽ ഒപ്പം MV ശശികുമാർ. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിലെ ഇന്നത്തെ വിശിഷ്ടാതിഥി സുനിൽ പരമേശ്വരനാണ്. അദ്ദേഹം തിരക്കഥാകൃത്താണ്, നോവലിസ്റ്റാണ്, നാടകകൃത്താണ്, ആത്മീയത തേടിയുള്ള ഒരു അന്വേഷകനാണ്. സ്നേഹാദരത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എനിക്ക് തോന്നുന്നു താങ്കളുടെ കലാജീവിതത്തിൻ്റെ തുടക്കം ഒരുപക്ഷെ ആകാശവാണി നാടകങ്ങളിലൂടെയായിരിക്കും. എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം എന്ന് പറയാമോ? അതൊരു വലിയ സംഭവമാണ്. കാരണം ഈ മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ആകാശവാണിയുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ പോകുമ്പം ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്തെങ്കിലും ഒരിക്കലും ഇതിനകത്ത് കയറണം. ഈ ആകാശവാണിയുടെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകാനുള്ള ആഗ്രഹം വളരെ ഉണ്ടായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് റോഡിൽ വന്ന് ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്, അകത്തേക്ക് പോകുന്ന ആൾക്കാരെ നോക്കി. അങ്ങനെ ആദ്യം കണ്ട ആളാണ് MG രാധാകൃഷ്ണൻ. അന്ന് ഈ TV മീഡിയ ഒന്നും സജീവമല്ലാത്തത് കൊണ്ട് അറിയപ്പെടുന്ന എന്ന് തോന്നിക്കുന്ന ഞാനിങ്ങനെ ആരാധനയോടെ നോക്കി നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് അകത്ത് പ്രവേശിക്കാൻ പറ്റിയ യുവാണിയിലെ ശ്രീകണ്ഠൻ നായർ ഇവിടെ നാടകത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്നപ്പോൾ വിമലസേനൻ നായർ, രവീന്ദ്രൻ ചെന്നിലോട്, അങ്ങനെ പഴയ കലാകാരന്മാർ, അങ്ങനെ ഒരു പ്രഗത്ഭമായിട്ടുള്ള ഒരു നിരയുണ്ടായിരുന്നല്ലോ കലാകാരന്മാർ. ആകാശവാണി എന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ച ഒരു ഭൂമിയും ഈ ബിൽഡിങ്ങൊക്കെ നമ്മുടെ കലയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ വളരെ അത്ഭുതമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ഞാൻ അതിനകത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ ഒരു നാടകം എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. അതിനു മുമ്പ് യുവവാണിയിലെ കുടുംബസമേതം എന്ന സിനിമയെക്കുറിച്ച് ഒരു റിവ്യൂ വായിച്ചു. അതാണ് തുടക്കം. അത് കഴിഞ്ഞിട്ട് 6-7 നാടകങ്ങൾ ഇവിടെ എഴുതാൻ പറ്റി. ശാന്തിഗ്രാമത്തിലെ അമ്മ, കരയുന്ന കളിപ്പാട്ടങ്ങൾ, അങ്ങനെ തുടങ്ങി. അന്ന് ശരിക്കും നമ്മൾ ഈ നാടകത്തിലെ സംഭാഷണങ്ങൾ റേഡിയോയിലൂടെ കേൾക്കുമ്പോൾ ഒരു കലാകാരൻ്റെ പൂർണ്ണനായി എന്ന് തോന്നിക്കുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും റേഡിയോയോടുള്ള ഒരു താല്പര്യം എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഇല്ല. ഇപ്പോഴും റേഡിയോ കേൾക്കുക എന്നുള്ളതും റേഡിയോയിലെ വാർത്തകൾ കേൾക്കുക, റേഡിയോയിലുള്ള പരിപാടികൾ ആസ്വദിക്കുക, അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു അനുഭൂതിയാണത്. അങ്ങനെ ജീവിതത്തിൽ റേഡിയോ ഒരു ഭാഗമായി തീർന്ന ഒരാളാണ് ഞാൻ. പാട്ടുകൾ കേൾക്കുക, TN ഗോപിനാഥൻ നായരുടെ നാടകം എന്നൊക്കെ കേൾക്കുമ്പോൾ, മടവൂർ ഭാസിയുടെ നാടകം എന്നൊക്കെ പറയുക നമ്മുടെ മനസ്സിൽ തരംഗമാണത്. എഴുത്താണ് താങ്കളുടെ മേഖല എന്ന്, അതല്ലെങ്കിൽ ഒരു നാടകം, അതല്ലെങ്കിൽ അത്തരത്തിലൊരു സൃഷ്ടിയാണ് താങ്കളുടെ മേഖല എന്ന് ബോധ്യപ്പെടുത്തി തന്നത് ആകാശവാണിയാണ്. 100% ആകാശവാണിയാണ്. അന്നും ആകാശവാണിയിൽ ഒരു പ്രോഗ്രാം വരിക എന്ന് പറയുന്നത്, ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുക എന്ന് പറയുന്നത്, ഒരു സിനിമ എഴുതി അത് ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ വന്ന് 100 ദിവസം ഓടുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതീതിയാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ആകാശവാണിയിൽ ഒരു പ്രോഗ്രാം വരിക എന്ന് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ 12-13 വയസ്സ് മുതലുള്ള കാലഘട്ടത്തിൽ, അതിന് മുമ്പുണ്ട്, നമ്മുടെ മനസ്സിൽ തോന്നിയ ആ വികാരത്തിന് ഇപ്പോഴും ഈ 60 വയസ്സിൽ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ആകാശവാണി ആകുമ്പോൾ തീർച്ചയായിട്ടും പാട്ടുകളുമായിട്ട് വലിയൊരു ചങ്ങാത്തം ഉണ്ടായിരിക്കും പിന്നെ ആകാശവാണി കേൾക്കുന്ന ഏതൊരു ശ്രോതാവിനും. അപ്പോൾ ഇന്ന് ഈ പരിപാടിയിൽ താങ്കൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യ ഗാനം ഏതാണ്? ഗാനങ്ങൾ ഈ വയലാർ ദേവരാജൻ മാഷിൻ്റെ എല്ലാ ഗാനങ്ങളും, MK അർജുനൻ, ശ്രീകുമാരൻ സാർ, അങ്ങനെ അവളുടെ പാട്ടുകൾ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ചത്. ഇന്ന പാട്ടാണ്, ഇന്ന ഗാനമാണ് നല്ലതെന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ശരിക്കും. കാരണം ഇവരുമായിട്ടൊക്കെ പിന്നെ എനിക്ക് മാനസികമായിട്ട് അടുപ്പം ഉണ്ടായവരാണ് സിനിമാ ലോകത്തേക്ക് എത്തപ്പെട്ടപ്പോൾ തന്നെ. ഇപ്പോൾ ദേവരാജൻ മാഷിനെ ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് സംസാരിക്കാൻ പറ്റാതെ. പിന്നെ ശ്രീകുമാരൻ സാറുമായിട്ട് അടുപ്പം ഉണ്ടായിട്ടുണ്ട്. ശ്രീകുമാരൻ സാർ സുനിലോ എന്ന് വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലുണ്ട്, അതൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന, കാരണം നമ്മൾ അത്രയും ആരാധിച്ചിരുന്ന ഒരു മനുഷ്യരാണ്. അവരൊക്കെ വലിയ കലാരംഗത്തെ വലിയ പ്രതിഭകളാണ്. എനിക്ക് ആദ്യത്തെ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ, എൻ്റെ അച്ഛനൊരു നാടക കലാകാരനായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ. അങ്ങനെ അച്ഛൻ കുട്ടിക്കാലത്തെ ഞങ്ങളെ സിനിമയ്ക്ക് കൊണ്ടുപോകും. അങ്ങനെ ദേവി കന്യാകുമാരി എന്ന് പറഞ്ഞൊരു സിനിമ കാണാനായിട്ട് കൊണ്ടുപോയി. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ തിയേറ്റർ, ന്യൂ തിയേറ്ററിനകത്താണ്. കന്യാകുമാരി ദേവിയെ വിശ്വാസമില്ലാത്തൊരു മുക്കുവൻ കടലിൽ പോവുകയും തിരമാലകളിൽ പെടുകയും ആ തിരമാലകളിൽ പെട്ട് അയാളെ രക്ഷിക്കാനായിട്ട് ഈ ദേവി ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ വന്നിട്ട് കണ്ണാ ആലില കണ്ണാ. ഇന്നും ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ഒപ്പം ഇരിക്കുന്ന മരിച്ചുപോയ അച്ഛനെ ഓർക്കുന്നത്. അപ്പോൾ ഈ തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. അപ്പോൾ അമ്മ കടലാണ് മോനെ, കടലാണെന്ന് പറയും. അപ്പോൾ ആ കലാകാരനെ അച്ഛൻ്റെ സ്പന്ദനത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പാട്ടാണ് ആ ഗാനം. നാടകത്തിൽ നിന്ന് മാറി എങ്ങനെയായിരുന്നു താങ്കളുടെ ചലച്ചിത്ര പ്രവേശനം? കന്നഡയിലായിരുന്നല്ലോ തുടക്കം താങ്കൾ, അല്ലേ? കർണാടകത്തിൽ പോയത് എങ്ങനെയാണ്? കർണാടകത്തിൽ. പക്ഷേ സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. അപ്പോൾ ഈ വഴുതക്കാട് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ എൻ്റെ പുറകിൽ പണിതീരാത്ത വീട് എന്ന് പറയുന്ന ഒരു സിനിമയുടെ പോസ്റ്റർ ഇങ്ങനെ ഒട്ടിച്ചേക്കും. അപ്പോൾ അതിനകത്ത് സംവിധാനം KS സേതുമാധവൻ. അവിടെ ഞാനത് വെട്ടിയിട്ട് എൻ്റെ പേര് SP സുനിൽ എന്നാണ്, ഞാൻ SP സുനിൽ എഴുതി വെക്കും.
അപ്പോൾ ആ ചെറിയ എൻ്റെ മനസ്സിലെ സിനിമയോടുള്ള ആ പോസ്റ്ററിനോടുള്ള കമ്പം, ഈ സംവിധാനത്തിൻ്റെ സ്ഥാനത്ത് എൻ്റെ പേരാണ് വരേണ്ടതെന്നുള്ളൊരു ഊർജ്ജം എൻ്റെ മനസ്സിലുണ്ട്. എനിക്കിങ്ങനെ ആയി തീരണം എന്നുള്ള. ആ മതിലുകളൊക്കെ ഇടിഞ്ഞു പോയി ഇവിടുത്തെ. അപ്പോൾ വഴുതക്കാട് വഴി പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ പഴയ മതിലും അതിൽ പതിച്ചിരുന്ന പോസ്റ്ററും സിനിമാ പോസ്റ്ററുകളൊക്കെ മാറി മാറി വരുന്ന രാത്രി വണ്ടി, മീൻസ് അങ്ങനെ ഒരുപാട് സിനിമകളുടെ പോസ്റ്റർ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് നമ്മൾ അതിലേക്കുള്ള വഴികളിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള മനസ്സിൻ്റെ ഒരു യാത്രയാണ്. അങ്ങനെ സിനിമ എന്ന് പറയുന്ന സങ്കല്പത്തിൽ വന്ന് MG കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ സിനിമയ്ക്ക് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. മദ്രാസിൽ പോയി എഡിറ്റിംഗ് പഠിച്ചു. എഡിറ്റിംഗ് ഒക്കെ പഠിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ സിനിമയിലൊരു ടെക്നീഷ്യനാവുക എന്നതിലുപരി ഒരു എഴുത്തുകാരൻ, ക്രിയേഷൻ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണമായിരുന്നു. എന്തെങ്കിലും എഴുതണം എന്നുള്ളൊരു കാര്യം അങ്ങനെ എഴുത്തിലേക്ക് തിരിയുന്നത് ബാലചന്ദ്രമേനോൻ്റെ കൂടെ ചേർന്നിട്ട് പരസ്യ കമ്പനി ജോലി ചെയ്യുന്നു. ബാലചന്ദ്രമേനോനാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർത്ത് നിർത്തിയത്. എഴുതാനുള്ള അവസരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അന്ന് ഒരു തരംഗമായിരുന്നല്ലോ ബാലചന്ദ്രമേനോൻ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു തരംഗം ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ്. അഭിനയം എല്ലാം ഉണ്ടായിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ നമുക്ക് ഏറ്റവും വിചിത്രമായിട്ടുള്ള ബാലചന്ദ്രമേനോൻ്റെ ഊർജ്ജം. ഒരിക്കലും പുള്ളി തളരാത്തൊരു മനുഷ്യനാണ്. ഏത് തളർച്ചയിൽ നിന്ന് പിടിച്ചെഴുന്നേൽക്കും. അത് ഞാൻ പലരിലും കാണാത്ത ഒന്നാണ്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ദുർബല ഹൃദയരാണെന്നാണ് പറയുന്നത്. നമുക്ക് പെട്ടെന്നൊരു ആഘാതം വന്നാൽ വീണ് പോകും. പക്ഷേ ബാലചന്ദ്രമേനോൻ അതിനെ കവർ ചെയ്യും. പുള്ളി ഒരിക്കലും പരാജയപ്പെടാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അങ്ങനെയുള്ളവർ മാത്രമേ ജീവിതത്തിൽ നേടിയിട്ടുള്ളൂ. ആ ഊർജ്ജം എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളപ്പോൾ തന്നെ ഞാൻ പ്രൊഫഷണൽ നാടകങ്ങൾ 6-7 എണ്ണം എഴുതി. ഒരിക്കൽ നാടകം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ബാലചന്ദ്രമേനോൻ പറഞ്ഞു, കാർത്തികനാളിൽ സുനിൽ എപ്പോഴാണ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എപ്പോഴാണ് ഈ നാടകങ്ങളൊക്കെ എഴുതുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹം എന്തായാലും സിനിമയിൽ വരും എന്നുള്ള എനിക്ക് ഉറപ്പാണെന്ന് അന്ന് പ്രസംഗിക്കപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാലേന്ദ്രമേനോനെ ശരിക്കും താങ്കൾ ചലച്ചിത്രങ്ങളിൽ അസിസ്റ്റ് ചെയ്തിരുന്നു? ഇല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ PRO ആയിട്ടാണ് വർക്ക് ചെയ്തത്. എനിക്ക് കാരണം പ്രൈവറ്റ് കമ്പനി ജോലിയിലുണ്ടായിരുന്നു, ഒരു പരസ്യ കമ്പനി ജോലിയായിരുന്നല്ലോ, അതിൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻട്രി കിട്ടിയത് ബാലേന്ദ്രമേനോൻ്റെ അടുത്താണ്. കാരണം അങ്ങനെ സിനിമയിൽ ജ്വലിച്ചു നിന്ന ഒരാളോടൊപ്പം യാത്ര ചെയ്യുക, അയാളോടൊപ്പം സഹകരിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ടാകുക, അതിൽ നിന്ന് സിനിമയൊന്നും പകർന്നു കിട്ടിയില്ലെങ്കിലും സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുത്ത് പ്രത്യേകം നമ്മൾ പറയേണ്ടതാണ്. സാധാരണ നമ്മളൊക്കെ തിരക്കഥ മുഴുവനായിട്ട് എഴുതിയിട്ടാണ് ചെയ്യുന്നത്. ബാലചന്ദ്രമേനോൻ രാവിലെ പേനയും പേപ്പർ എടുത്ത് അസിസ്റ്റൻറ്റ് വന്നാൽ കാണാതെ പറഞ്ഞു കൊടുക്കുക ചെയ്യണം. കാരണം ആ സിനിമ മുഴുവൻ ബാലചന്ദ്രമേനോൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും പറ്റുന്നതല്ല. അങ്ങനെ ഞാൻ മറ്റത് കണ്ടിട്ടുള്ള കൊച്ചിൻ ഹനീഫയ്ക്കാണ്. അദ്ദേഹം സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഡയലോഗ് സ്ക്രിപ്റ്റ് സംവിധായകർക്ക് പറഞ്ഞു കൊടുക്കും. സിനിമയിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പം നമുക്ക് അത്ഭുതപ്പെടുത്തുന്നത് ഇതൊന്നുമല്ല, നമ്മൾ കണ്ടതൊന്നുമല്ല, ഇല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതൊന്നുമല്ല എന്നുള്ള ഓരോന്നും പുതിയ പുതിയ അറിവുകളായിരുന്നു. ആ അറിവുകൾ വന്ന് നിന്നത് ശരിക്കും ഈ അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമയിൽ തന്നെ. സന്തോഷ് ശിവൻ എന്ന് പറയുന്ന ഛായാഗ്രാഹകൻ കഥാകൃത്തല്ല, പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കഥ പുള്ളി ദൃശ്യമായിട്ട് മനസ്സിൽ കാണും. അപ്പം തന്നെ ഒരു ഡയലോഗ്സ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രകൃതിയെ പുള്ളി കാണും. ആ കാറ്റ്, അവിടുത്തെ നിഴലുകൾ, പായുന്ന മേഘങ്ങൾ, ചലിക്കുന്ന വൃക്ഷങ്ങളും ആ ഫ്രെയിം മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുന്ന ഒരു മഹാപ്രതിഭയാണ് സന്തോഷ്. നമുക്കതിലേക്ക് വരുന്നതിന് മുമ്പ് ബാലേന്ദ്രമേനോൻ്റെ കാലത്ത് താങ്കൾ പിന്നാമ്പുറ കഥകൾ അറിഞ്ഞിട്ടുള്ള ഒരു ചിത്രവും അതിൻ്റെ ഒരു പാട്ടിലേക്കും പോയാലോ? ബാലേന്ദ്രമേനോൻ്റെ ഈ അച്ചുവേട്ടൻ്റെ വീടെന്ന് പറയുന്നൊരു സിനിമയുണ്ട്. സാമ്പത്തികമായി അത് രക്ഷപ്പെട്ട സിനിമയല്ല, പക്ഷേ ആ സിനിമയ്ക്കകത്തൊരു വലിയ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒരു ഭർത്താവും ഭാര്യയും കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഒരു ഭർത്താവ് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ചുമതലയും ഏറ്റെടുക്കുന്നു. ഈ ഭാര്യയെ ഒന്നും അറിയിക്കാതിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ ഭാര്യ പറയുന്നത് അച്ചുവേട്ടൻ എന്നെ ഒന്നും പഠിപ്പിച്ചില്ല എന്നാണ്. ഇതെനിക്ക് ആ കഥയില്ലെങ്കിൽ ആ സിനിമയായിട്ട് അത്രയും ബന്ധം ഉണ്ടാവാനുള്ള കാരണം എൻ്റെ അച്ഛൻ അത് തന്നെയായിരുന്നു. അമ്മയൊന്നും അറിയിച്ചില്ല. ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ അമ്മ പറയുന്നത് എനിക്കറിയില്ല എന്നാണ് ഒന്നും. ഒരു വീട് വയ്ക്കാനായിട്ടുള്ള ചല്ലിയും സിമൻറ്റും ഒക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്, പക്ഷെ ഒരു വീട് വെക്കേണ്ടത് എങ്ങനെയാണെന്നറിയില്ല, സിമൻറ്റ് അവിടെ കിട്ടും എന്നറിയില്ല. അപ്പോൾ ആ കഥയിലെ സന്ദേശം എന്ന് പറഞ്ഞാൽ, നമുക്കൊപ്പം സഹവസിക്കുന്ന ആളെ നമ്മളെന്താണെന്നും കുടുംബം എന്താണെന്നും ഒരു നിമിഷത്തിൽ നമ്മളില്ലാതെ വന്നാൽ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടതെന്നും ധരിപ്പിക്കുന്നത് നല്ലതായിരിക്കും. പിൻകാലത്ത് എനിക്കതിൻ്റെ നല്ലതും ചീത്തയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മനസ്സിലാക്കി കൊടുക്കുന്നതിൻ്റെ ദോഷവും ഉണ്ടായിട്ടുണ്ട്, മനസ്സിൽ കൊടുക്കാത്തതിൻ്റെ ദോഷവും ഉണ്ടായിട്ടുണ്ട്. അതിനെ ഞാൻ പറയുമ്പോൾ ആത്മീയത നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് വിധി എന്ന് പറയും. ഈ ഒരു വിധി അനുസരിച്ച് എന്താണോ നിനക്ക് അനുഭവിക്കാനുള്ളത് നമ്മൾ അതിലൂടെ യാത്ര ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്ക് അച്ചുവേട്ടൻ്റെ വീട്ടിലേക്ക്, അതിലൊരു ഗാനത്തിലേക്ക് പോകാം. അച്ചുവേട്ടൻ്റെ അതിലെ ഏറ്റവും നല്ല പാട്ട് വിദ്യാധരൻ മാഷ് സംഗീതം ചെയ്ത് അച്യുതം കേശവം രാമനാരായണ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം. താങ്കൾ പറയുകയുണ്ടായി 5-6 പ്രൊഫഷണൽ നാടകങ്ങൾ കാലത്ത് എഴുതുകയുണ്ടായിരുന്നു. ആ നാടകങ്ങളെക്കുറിച്ച് പറയാമോ? എങ്ങനെയായിരുന്നു പ്രൊഫഷണൽ നാടക രംഗത്തുള്ള താങ്കളുടെ പ്രവർത്തനം? ഏതൊക്കെയായിരുന്നു ആ നാടകങ്ങൾ? അന്നും ഞാൻ ഈ നാടകങ്ങളിൽ പുതുമയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. സതീഷ് സംഘമിത്രയുടെ അടുത്തൊരു നാടകത്തിൻ്റെ സബ്ജക്റ്റ് പറഞ്ഞു. സതീഷാണ് എന്നെ ശരിക്കും നാടകത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഹരിശ്രീയാണ് നാടകം അവതരിപ്പിച്ചത്.
പിന്നെ കേരള തിയേറ്റേഴ്സിന് 6 നാടകം കളിച്ചു. കോട്ടയം ഉജ്ജയിനി, കൊല്ലം ചൈതന്യ. കേരളത്തിലെ പ്രൊഫഷണലായിട്ടുള്ള ട്രൂപ്പുകളിൽ പ്രശസ്തമായിട്ടുള്ള അന്ന് നന്നായി കളിക്കുന്ന എല്ലാ നാടകങ്ങളിലും എൻ്റെ നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. ആ നാടകങ്ങൾക്കൊക്കെ തന്നെ ഒരു പ്രത്യേകത, എല്ലാത്തിലും ഈ മാന്ത്രികമായൊരു ടച്ചുണ്ട്, ഇല്ലെങ്കിൽ ഹൊറർ ടച്ചുണ്ട്, അല്ലെങ്കിൽ ഒരു കുറ്റാന്വേഷണത്തിൻ്റെ ടച്ചുണ്ട്. സാധാരണ കുടുംബ പശ്ചാത്തലത്തിലുള്ള കഥകൾ പറയുന്നതിന് പകരം എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നതാണ് എൻ്റെ സ്വപ്നം പേജ് നമ്പർ 32 എന്ന് പറഞ്ഞൊരു നാടകമുണ്ട് കേരള തിയേറ്റേഴ്സിൻ്റെ. ആ നാടകം ഒരാളിങ്ങനെ ബീഡി ചുണ്ടത്ത് വെച്ചിട്ട് നാടകം ഇൻ്റർവ്യൂവിൽ വരെ ഇങ്ങനെ കത്തിക്കാതിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ആകാംക്ഷ ഉണ്ടാക്കാവുന്ന വിധത്തിലുള്ള കഥകളും ആകാംക്ഷ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കഥാസന്ദർഭങ്ങളും സാഹചര്യങ്ങളും പ്രേക്ഷകൻ്റെ മനസ്സിനെ നിഗൂഢതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കഥകളുമൊക്കെ എൻ്റെ മനസ്സിനെ ഭയങ്കര ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം കഥകളോട് എനിക്കെപ്പോഴും ഒരു ഇഷ്ടം, അത്തരം പാട്ടുകളോടുള്ള ഇഷ്ടം, ഇരുട്ടിനോടുള്ള ഇഷ്ടം, ഇരുട്ടിലുള്ള നിഴലുകളോടുള്ള ഇഷ്ടം, ഇരുട്ടിലെ ശബ്ദങ്ങളോടുള്ള ഇഷ്ടം. അപ്പോൾ മൊത്തത്തിൽ ഒരു മാന്ത്രികതയുടെ തലത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടുകയോ നമ്മൾ ചെന്ന് ചേരുകയോ ചെയ്തു. അതിൻ്റെ ഒരു ഫലമാണ് അനന്തഭദ്രം എന്ന് പറയുന്ന നോവൽ. പിന്നെ ഇങ്ങോട്ട് 10-42 മലയാള നോവലുകൾ, 1-2 നോവലുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഈ മാന്ത്രിക നോവലുകളാണ്. ഈ മാന്ത്രികതയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നാടകങ്ങളിൽ വളരെ പാടല്ലേ ശരിക്കും? എന്തുകൊണ്ട് അത്തരം നാടകങ്ങൾ തന്നെ എഴുതിക്കൊണ്ടിരുന്നത്? അന്ന് ആർട്ടിസ്റ്റ് സുജാതൻ എന്ന് പറയുന്നത് അദ്ദേഹം നമ്മളൊരു രംഗം, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ കേരള തിയേറ്റേഴ്സിൻ്റെ നാടകം എഴുതി, കാട്ടുമൂങ്ങ. കുറേ കാലങ്ങൾക്ക് ശേഷം എഴുതിയതാണ്. ഞാൻ രചനയും സംവിധാനവും നിർവഹിച്ചാണ് കേരള തിയേറ്റേഴ്സിന്. ആ കാട്ടുമൂങ്ങ നാടകത്തിനകത്ത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു പോയ കൊട്ടാരവും അതിൻ്റെ പുറകിലുള്ള ഒരു തകർന്ന ഭദ്രകാളി ക്ഷേത്രവും ആൽമരങ്ങളും ഒക്കെ കാണിക്കുമ്പോൾ വെളിച്ചം വീഴുമ്പോൾ തന്നെ ഒരു ഭീതി ഇങ്ങനെ ആ മ്യൂസിക്കിനകത്തൂടെ ഞാൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. നാടകങ്ങൾ കലാനിലയ നാടകങ്ങളെ പോലെ തന്നെ സിനിമാറ്റിക്കായി. പിന്നെ കാലം മാറിയപ്പോൾ നാടകം അപ്രത്യക്ഷമായി, പ്രേക്ഷകരില്ലാതായി നാടകത്തിന്. ഗാനമേളയും അത്തരത്തിലേക്കുള്ള പ്രേക്ഷകർ, നാടകത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കും അല്ലാതെയും സമൂഹത്തിൻ്റെ മൂല്യം തിരിച്ചറിയപ്പെടുന്ന ഒരുപാട് സൃഷ്ടികൾ കാലത്തിന് മാറ്റമുണ്ടാകും. ഇപ്പോൾ തോപ്പിൽ പാസി സാറിനെ പോലുള്ള, KT മുഹമ്മദ് സാറിനെ പോലുള്ള ആ മഹാപ്രതിഭകളുടെ നാടകത്തിൻ്റെ ഒരു സ്പർശം പിന്നെ നഷ്ടപ്പെടുകയും നാടകം ഉത്സവപ്പറമ്പുകളിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്തു. അത് നാടകരംഗത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചതുകൊണ്ട് തന്നെ കാട്ടുമൂങ്ങയും ഒരു വലിയ പരാജയം തന്നെയായിരുന്നു. ഒരു കാലത്ത് നാടകങ്ങളിലെല്ലാം നല്ല പാട്ടുകൾ, പിന്നെ ഗംഭീരം. പക്ഷേ നമ്മുടെ ഒരു ലളിതഗാന സംസ്കാരം ഉണ്ടാക്കുന്നത് തന്നെ നാടകഗാനങ്ങളിലൂടെയാണ്. ഇല്ല, തോപ്പിൽ പാസി സാർ ഉൾപ്പെടെ എല്ലാം KPSC പോലുള്ള, കാളിദാസ കലാകേന്ദ്രം പോലുള്ള വലിയ നാടക പ്രൊഫഷണൽ ട്രൂപ്പ്. അതുകൊണ്ട് തന്നെ ഞാൻ നാടകത്തിനെ ബേസ് ചെയ്ത് രാജാങ്കണം എന്നൊരു നോവൽ എഴുതി. കുട്ടനാട്ടിലെ വെള്ളക്കെട്ടിൻ്റെ നടുത്തൊരു നാടക റിഹേഴ്സൽ ക്യാമ്പാണ്. അത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പുസ്തകം നന്നായിട്ട് പോകുന്നത്. മാന്ത്രികതയിൽ നിന്നും അല്ലെങ്കിൽ പ്രേതകഥകളിൽ നിന്നും മാറി ഞാൻ എഴുതിയൊരു നോവലാണ്. നമുക്ക് ആ കാലത്തെ ഓർമ്മിക്കുന്ന ഒരു പാട്ടിലേക്ക് ഇനി പോയാലും അടുത്തത്. കുട്ടിക്കാലത്ത് തന്നെ ഗന്ധർവക്ഷേത്രം എന്ന് പറയുന്നൊരു സിനിമ ഞാൻ ഒരുപാട് തവണ പിന്നീട് കാണുകയുണ്ടായി. അതിമനോഹരമായ പാട്ടുകളുള്ള സിനിമ. ആ ഗന്ധർവക്ഷേത്രത്തിൽ ഗന്ധർവനൊന്നുമില്ല, പക്ഷേ അതിലൊരു പാട്ടൊരു അമ്മുമ്മ കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പുറത്ത് ഗന്ധർവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വിൻസെൻ്റ് മാഷാണ് അതിൻ്റെ ക്യാമറ ചെയ്തേക്കണം. അതിൻ്റെ ചില വിഷ്വൽസൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നിലനിന്നിരുന്ന കാലത്ത് ആ സിനിമ പ്രേക്ഷകൻ്റെ മനസ്സിലുണ്ടാക്കിയ ചലനം വളരെ വലുതാണ്. അപ്പോൾ ആ കുട്ടി വളരെ അത്ഭുതത്തോടു കൂടി അമ്മുമ്മ പറയുന്ന ആ യക്ഷിക്കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗാനമുണ്ട്. യക്ഷിയമ്പലം അടച്ചു, ദുർഗാഷ്ടമിയായിരുന്നു. നമ്മൾ ആ ഒരു കഥ ഇങ്ങനെ കാണും ആ കവിതയിലൂടെ, പാട്ടിലൂടെ. അതിൻ്റെ സംഗീതവും അതിൻ്റെ വിഷ്വൽസും ഒക്കെ. പിന്നീട് എനിക്ക് ഈ മാന്ത്രിക കഥകളൊക്കെ എഴുതാനുണ്ടാകുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ അടിത്തറ ഉണ്ടാക്കിയതുപോലെ അടിത്തറയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഗാനരംഗത്ത് എനിക്ക് തോന്നുന്നു കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയും ഒരു കുട്ടിയും പിന്നെ ശാരദയും അതെ പാട്ടിലൂടെയാണ് വലുതാകുന്നത്. തീർച്ചയായിട്ടും. ഒരേ സമയം താങ്കൾ നോവലുകൾ എഴുതുകയും നാടകങ്ങൾ രചിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെയാണ് ഈ ഫോർമാറ്റ് നിശ്ചയിച്ചിരുന്നത്? ഒരുപക്ഷെ ഒരേ കഥാതന്തു തന്നെയല്ലേ രണ്ടിലും വരുന്നത്? ഒരിക്കലുമില്ല. അത് ഈ നാടകങ്ങൾ മാത്രം എഴുതിക്കൊണ്ടിരുന്ന കാലത്ത് നോവലും കഥ എഴുതാനറിയില്ലാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ എനിക്കൊരു കഥ എഴുതണം എന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടൻറ്റ് ഞാൻ സുധീർ എന്ന് പറയുന്ന ഒരാളോട് പറഞ്ഞു. സുധീർ അമ്പലപ്പടി, എൻ്റെ മനസ്സിലൊരു കഥയുണ്ടാകുന്ന എഴുതി തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ കഥ എഴുതി അച്ചടിച്ച് വന്നപ്പോൾ എൻ്റെ മനസ്സിലെ കഥയായിട്ട് അതിന് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കൊരു നോവലോ കഥയോ എഴുതാൻ പറ്റില്ല. എനിക്ക് നാടകങ്ങളൊക്കെ മാത്രമേ, റേഡിയോ നാടകം എഴുതാം, പിന്നെ പ്രൊഫഷണൽ നാടകങ്ങൾ. ഞാൻ ആ ഒരു പരിമിതിക്കേടിലേക്ക് ചുരുങ്ങും എന്ന് വിശ്വസിച്ചിരിക്കുന്ന കാലത്താണ് എൻ്റെ ഒരു നാടകം ചലച്ചിത്രമായിട്ട് വന്നു. അത് മോഷ്ടിക്കപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നി, ഇല്ലെങ്കിൽ ഞാനത് വിശ്വസിക്കേണ്ടി വന്നു. ഞാനത് കേസ് കോടതിയിൽ ഫയൽ ചെയ്ത് ഞാൻ കോടതിയിൽ പരാജയപ്പെട്ടുള്ള ജഡ്ജ്മെൻ്റ് അനുസരിച്ച് താങ്കൾക്കൊരിക്കലും ഒരു എഴുത്തുകാരനാവാൻ പറ്റില്ല എന്നാണ്. ഏതായിരുന്നു ആ നാടകം? സ്വപ്നം പേജ് നമ്പർ 32, കേരള തിയേറ്റേഴ്സിൻ്റെ. സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഞാൻ വഞ്ചൂർ കോടതിയുടെ പുറത്തിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ LLBക്ക് പഠിക്കണേ, ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേട്ടാ ഈ നാടകം ഞാൻ കണ്ടു, സിനിമയും കണ്ടു, ഞാൻ LLB സ്റ്റുഡൻ്റാണ്, എൻ്റെ പേര് നാരായണൻ, ഈ കഥ ചേട്ടൻ്റെയാണ്, ചേട്ടന് വലിയ എഴുത്തുകാരനാവാൻ പറ്റും, ചേട്ടൻ മനസ്സ് തകരരുത്, ചേട്ടൻ എഴുതണം.
മഞ്ചൂർ കോടതിയുടെ വരാന്തയാണ്, വൈകുന്നേരം ഒരു 4 മണി സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നൊരു നോവൽ എഴുതിയിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഇല്ല, എഴുതാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എഴുതുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, മലയാള മനോരമയുടെ ജനപ്രിയ അവാർഡിന് ക്ഷണിച്ചിട്ടുണ്ട്, സുനിൽ അതിനൊന്ന് ശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചു. പറഞ്ഞ ആൾക്കാരെയൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഞാൻ ഇവിടുന്ന് ഒരു ഡാമിലേക്ക് സൈറ്റിലേക്ക് പോകുന്നു, കുറേ പേപ്പറും പേനയായിട്ട് പോയിരിക്കുന്നു, ഒരു നോവൽ എഴുതാൻ തീരുമാനിക്കുന്നു. 4 ദിവസം കൊണ്ട് എഴുതണം. ഒരു ഐഡിയയും കിട്ടുന്നില്ല. എൻ്റെ കൂടെ എൻ്റെ സഹായിയായിട്ട് പത്മനാഭൻ തമ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുണ്ട്, വലിയ നടനാണ് അദ്ദേഹം. അപ്പോൾ സുനിൽ എന്തെങ്കിലും എഴുതണം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മനസ്സിൽ ഒരു ഐഡിയയും വരുന്നില്ല, എനിക്കൊന്നും എഴുതാൻ പറ്റില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി, സന്ധ്യാസമയമാണ്, ഇങ്ങനെ ഡാമിൽ ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞിങ്ങനെ കിടപ്പുണ്ട്, ചെറിയ കാറ്റൊക്കെ ഉണ്ട്. ഞാൻ മുമ്പിലൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വിളിക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല. ഷൂ എന്ന് വിളിക്കുകയാണ്. സാറേ എന്ന് വിളിച്ചു. തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, എനിക്ക് എഴുതാൻ കഴിയുന്നില്ല, ഞാൻ തിരിച്ചു വരികയാണെന്ന്. മടങ്ങി വരുമ്പോൾ സെക്യൂരിറ്റി ഞാൻ ചോദിച്ചു, എന്തിനാണ് വിളിച്ചത്? അപ്പോൾ പുള്ളി പറഞ്ഞു, സാറ് വിളിച്ചിട്ട് വന്നില്ലല്ലോ, ആ മരത്തിൽ കൊണ്ട് കൈവച്ചില്ല, അതിലൊരു രക്ഷയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ, അതെയാ, ആ മരത്തിലൊരു രക്ഷയുണ്ട്, ഈ പൈപ്പ് തുറന്നു വിടും, സാർ ഇല്ലെങ്കിൽ നോക്കിക്കോ, ഇന്ന് വെള്ളിയാഴ്ചയില്ലേ, രാത്രി ഈ പൈപ്പ് തുറന്നു വിടും, ശല്യമൊന്നും ഇല്ലാത്ത രക്ഷയാ സാറേ. ആ സെക്യൂരിറ്റി പറഞ്ഞ ശല്യം ഒന്നും ഇല്ല എന്ന് പറഞ്ഞ ആ വാക്കിൽ നിന്നാണ് അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമയും അതിലെ അമ്മണിക്കുട്ടി എന്ന് പറയുന്ന ശല്യമില്ലാത്ത യക്ഷി. പിന്നെ ഞാൻ പേനയും പേപ്പറും എടുത്ത് തുടങ്ങിയതാണ്. അത് ഇന്ന് വരെ നിലച്ചിട്ടില്ല, അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് യാത്രകൾ ചെയ്യുന്ന വ്യക്തിയാണോ താങ്കൾ? താങ്കളുടെ യാത്രകളെ കുറിച്ച് പറയാമോ? കഥയ്ക്ക് പറ്റിയ അന്തരീക്ഷം, അതല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു സാഹചര്യമൊക്കെ താങ്കൾ വിവരിക്കുന്നത് യാത്രകളിൽ നിന്ന് കിട്ടുന്ന പ്രചോദനമാണോ? ഞാൻ ശരിക്കും ഭൗതികമായിട്ട് ഉയർന്നു നിൽക്കുന്ന സമയത്താണ് എൻ്റെ വിധി കൊണ്ട് ആത്മീയതയിലേക്ക് പോയത്. അങ്ങനെ ഹിമാലയത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയ ദർശനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല എന്നും ഈ പ്രപഞ്ചത്തിൽ നമുക്കതീതമായ ചില ശക്തികളുണ്ടെന്നും ആ ശക്തികളുടെ ഉറവിടം കണ്ടെത്താൻ സമയമാകുമ്പോൾ നമ്മളവിടെ എത്തപ്പെടും എന്നുള്ളൊരു ബോധം എനിക്കുണ്ടായി. അങ്ങനെ 100% ആത്മീയതയിലേക്ക് ഞാൻ ഇറങ്ങിപ്പോവുക ചെയ്തു. അങ്ങനെയാണ് 7 തവണ ഹിമാലയം നടന്നു കയറി. അതാണ് മജ്ജയും മാംസവും പിന്നെ ഹിമാലയം എന്ന് എൻ്റെ പുസ്തകം, എൻ്റെ യാത്രാ വിവരണമാണ്. സാധാരണ ആൾക്കാർ ഹിമാലയത്തിലേക്ക് പോകണം, ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി ഡൽഹിയിൽ ഇറങ്ങും, ഡൽഹിയിൽ പോയി അവിടെ ബദലിൽ ഫ്ലൈറ്റിൽ ചെന്നിറങ്ങും, തിരിച്ചു. അങ്ങനല്ല, ആ യാത്രയിലാണ് എൻ്റെ മണികർണിക എന്ന് പറയുന്ന നോവൽ. കർണൂൽ എന്ന് പറഞ്ഞ സ്ഥലം നരസിംഹമൂർത്തിയുടെ ഉത്ഭവസ്ഥാനം, അത് തൂണിപ്പോഴും ഉണ്ട്. നരസിംഹം പൊട്ടിപ്പിളർന്നു തൂൺ അവിടെയുണ്ട്. അവിടെ 9 കിലോമീറ്റർ വനത്തിൽ കൂടെ നടന്ന് നമ്മളവിടെ എത്തണം. ഒരു ആത്മീയ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഒന്നുമില്ല. അവൻ തിരിച്ചു വരാം, തിരിച്ചു വരാതിരിക്കാം, ഒന്നുമില്ല, ബന്ധങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ ആ യാത്രകളിൽ ഇടയ്ക്ക് വെച്ച് നിനക്ക് നഷ്ടം. അതിന് ഒരു ഉദാഹരണമുണ്ട്. ഞങ്ങളൊരിക്കൽ ഈ കണ്ണൂരിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ പ്രസാദ് എന്ന് ഒരാൾ കൂടെ ഉണ്ട്. ആന്ധ്രയിലെ വനപ്രദേശമാണ്. അവിടെ ഈ കൊട്ടാരം ഉണ്ടായിരുന്നു. പ്രഹ്ലാദൻ്റെ നരസിംഹം പിളർന്ന് വന്ന സ്തൂപമൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഒരുപാട് പോകണം. ഞാനൊരു 8 തവണ പോയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ രാത്രി നടന്നു പോകുമ്പോൾ വണ്ടിക്കാരൻ വഴിയിൽ കൊണ്ടുവച്ചിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് പോയി. ആരോ അയാളെ ആന്ധ്ര ഭാഷയിൽ വിളിച്ചപ്പോഴാണ് അയാൾ എന്തോ ആന്ധ്രയിൽ മറുപടി പറഞ്ഞിട്ട് ഞങ്ങളെ വഴിയിൽ, നമ്മൾ വനത്തിൻ്റെ നടുവിലായി, ഒരിടത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അയാൾ പൈസ മേടിച്ച് അയാൾ പോയി. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ പുറകിൽ ഇങ്ങനൊരു ശബ്ദം കേൾക്കുവാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കാനുള്ള ഒരു ഭയം ഭയങ്കരമായിട്ടുണ്ടായി. ഭയം വേറൊന്നുമല്ല, ഇത് എന്താണെന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് എന്താ സംഭവിക്കുന്നതിനെക്കുറിച്ച് അറിയില്ല എന്ന്. കുറച്ച് കഴിഞ്ഞാൽ ആ ശബ്ദമില്ലാതായി. ഞങ്ങൾ ഒരു ഫോറസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോൾ ഞങ്ങളെ പിടിച്ച് അകത്തോട്ട് കയറ്റി. സംഭവം 2 പേരെ കൊന്നിട്ട് ഒരു പുലി ഇറങ്ങി ഇറങ്ങുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ എവിടെ വെച്ചാണോ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടാൻ വിധിയുള്ള ആ സമയത്തെ അത് സംഭവിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം പല തവണ ഞാൻ 8 9 തവണയാണെന്നോ എൻ്റെ ഓർമ്മ, അവിടെ പോകുമ്പോഴെല്ലാം ഒരു നായ് കൂടെ വരും. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോൾ പോയപ്പോഴും വരണം വരും. ഇതൊന്നും നമുക്കാരെയും വിശ്വസിപ്പിക്കാൻ പറ്റുന്നതല്ല. ഇത് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ചില നഗ്നമായ സത്യങ്ങൾ, നമ്മൾ അനുഭവങ്ങളാണ്. നമുക്കപ്പോൾ അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. എന്നെ പിന്നെ സ്വാധീനിച്ച കൃഷ്ണപ്പരുന്ത് എന്ന് പറയുന്ന PV തമ്പി അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് ശ്രീകൃഷ്ണപ്പരുന്ത്. അതിൽ കുമാരേട്ട എന്ന് വിളിക്കുന്ന ഒരു ഗാനമുണ്ട്. ശരിക്കും ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ കുടുംബമാണ്. ശ്രീകുമാരൻ തമ്പി എന്ന് പറഞ്ഞേക്കുന്ന ആ പേരിലാണ്. ആ ഒരു മാന്ത്രികൻ, അവൻ്റെ ഒരു നിഷ്ഠയുണ്ട്. ഒരു മാന്ത്രികൻ, ഒരു ഉപാസകൻ്റെ ഒരു നിഷ്ഠയുണ്ട്. മറ്റുള്ളവരെന്ത് അവനെക്കുറിച്ച് പറയുന്നു എന്നുള്ളതല്ല, അവൻ എന്താണെന്ന് അവൻ തീരുമാനിക്കപ്പെടുന്നതാണ്. അങ്ങനെ ആ മാന്ത്രികൻ്റെ ഒരു ബലഹീനത, അവൻ്റെ മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടുമ്പോൾ അവൻ്റെ മാന്ത്രികത നഷ്ടപ്പെടുന്നതാണ് ആ കഥയുടെ ഒരു കണ്ടൻറ്റ്. വാർത്താളി എന്ന് പറയുന്ന അതിഭീകരമായൊരു മൂർത്തിയാണത്. ആ സിനിമ പരാജയപ്പെട്ടു പോയെങ്കിലും മോഹൻലാൽ എന്ന് പറയുന്ന വലിയ കലാകാരൻ്റെ അഭിനയം, ആ നടി പവിത്ര എന്ന് പറഞ്ഞ നടിയാണെന്നുള്ളത് തോന്നുന്നു. ചെറിയ പട്ടികളുടെ ഇടയിൽ കൂടെ കുമാരേട്ട എന്ന് വിളിക്കുന്ന സീക്വൻസും ഒക്കെ ചില സിനിമകൾ വിട്ടുപോകില്ല മനസ്സിൽ നിന്ന്. നിലാവിൻ്റെ ആ പാട്ട്, അത് എനിക്ക് ഭയങ്കര സ്വാധീനിച്ചൊരു സിനിമയാണ്. അതിലെ ഭാവാഭിനയം, ഗാനം മികച്ചതാണ്. ആ 2 കലാകാരന്മാരുടെ, കലാകാരിയുടെയും കലാകാരൻ്റെയും ആ കഥാപാത്രത്തിലേക്കുള്ള ഉൾക്കാമ്പ്, ആ കഥാപാത്രമായി പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള അഭിനയ രീതി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് പാട്ടും വിഷ്വലും കൂടെ നമ്മളെ സ്വാധീനിച്ചതാണ്.
അതെ, കുമാരേട്ടാന്ന് വിളിക്കുമ്പോൾ ആരാണത് എന്ന് അല്ല, ചോദിക്കുന്നത്. മോഹൻലാലിന് ആ സമയത്ത് ഞെട്ടി നോക്കുന്ന ഒരു നോട്ടമുണ്ട്. ഒരു നോർമൽ കലാകാരന് അത് പറ്റില്ല. സിനിമയിൽ ടേക്ക് വെച്ചാൽ നോക്കൂ എന്ന് പറഞ്ഞാൽ നോക്കും. മോഹൻലാൽ അതല്ല. മോഹൻലാൽ ആ നോട്ടത്തിൽ നമുക്ക് കാണാം അവിടെ ആരാണെന്ന്. ആ ഞെട്ടലിലുണ്ട്. അതാണ് നടൻ. നമുക്കപ്പോൾ ഈ ഗാനത്തിലേക്ക് പോയിട്ട് തീർച്ചയായിട്ടും അനന്തഭദ്രം എത്രത്തോളം പ്രശസ്തിയുടെ ഉയരത്തിലേക്ക് എത്തിച്ചോ അത്രത്തോളം ആഴത്തിൽ അഗാധത്തിൽ പതിപ്പിച്ചതും അനന്തഭദ്രം. ഒരാളുടെ ജീവിതത്തിൽ ഒരാൾ പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ താഴ്ചയാണ്. അങ്ങനെ എൻ്റെ എഴുത്തുകാരനെ പൂർണ്ണനാക്കിയതാണ് അനന്തഭദ്രം. ബാക്കിയൊക്കെ പുസ്തകങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴും അനന്തഭദ്രത്തിൻ്റെ മാർക്കറ്റ് ഭയങ്കരമാണ്. അനന്തഭദ്രം നോവലാണ് ഉദ്ദേശിക്കുന്നത്? നോവൽ അല്ല, തിരക്കഥയിൽ അതിൻ്റെ കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അനന്തഭദ്രം വലിയ നോവലാണ്. പിന്നെ ദിഗംബരൻ എഴുതി, കൂണൂർ മഠം, മണികർണിക, ഗന്ധമാദനം, കടവാളുടെ ഗ്രാമം, ഗരുഡമാളിക, അത് തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ്. അതൊക്കെ നല്ല പഠനങ്ങളുള്ള പുസ്തകങ്ങളാണ്. നമുക്ക് അനന്തഭദ്രം സിനിമയിലേക്ക് വരാം. അത് എവിടെയായിരുന്നു ചിത്രീകരണം? വളരെ മനോഹരമായ സ്ഥലങ്ങൾ, ഒരു വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ പല സ്ഥലത്താണ്. ശരിക്കും വരിക്കശ്ശേരി മനയാണ് അതിനകത്ത് എല്ലാ സിനിമകളിലും ഉള്ളതാണ്. അത് സന്തോഷ് എൻ്റെ ക്യാമറ വയ്ക്കുമ്പം മറ്റൊന്നാകും. അത് അദ്ദേഹത്തിൻ്റെ ഒരു കരവിരുതാണ്. ഇങ്ങനെ ആകാശത്ത് നോക്കി നിന്നിട്ട് മഴ പെയ്യും എന്ന് പറഞ്ഞാൽ അന്ന് മഴ പെയ്യും, വേനൽക്കാലമായിരിക്കും. അവിടെ ഒരു ഇതുകൊണ്ട് വെക്കുമെന്ന് പറഞ്ഞാൽ കാറ്റടിക്കും. അദ്ദേഹത്തിന് പിന്നീടുള്ള സിനിമകളെക്കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമയുടെ മേക്കിംഗ് എന്ന് പറയുന്നത് അതിഭയങ്കരമാണ്. അത് കഴിഞ്ഞ ദിവസം മനോജ് കെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇനി മറ്റൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദിഗംബരൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നോവലുണ്ട്, ഭയങ്കര ഹിറ്റാണ് ആ പുസ്തകം. അതിനുവേണ്ടി പ്രൊഡ്യൂസർമാർ വരുമ്പോൾ മനോജ് കെ ഞാൻ തയ്യാറാവണില്ല. പുള്ളി പറഞ്ഞു എനിക്കിനി അത് പറ്റില്ല, ഇനി 10 ജന്മം ജനിക്ക് വന്നാലും എനിക്കത് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന്. അത് ഒഴിവാക്കി നിർത്തിയേക്കാണ്. അതിൻ്റെ തിരക്കഥയെല്ലാം റെഡിയാണ്. അത് പിന്നെ ഞാൻ വിധിക്ക് വിട്ടുകൊടുത്തു, നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ല ഗാനങ്ങളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. അതിൽ തിരുവനന്തപുരം ഗംഭീരമല്ലേ. എം ജി രാധാകൃഷ്ണൻ. അത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ എം ജി രാധാകൃഷ്ണൻ പാടിയ രാധാകൃഷ്ണൻ ചേട്ടൻ പാടിയ തിരുവനന്തപുരമുണ്ട്. ആ ചേട്ടൻ്റെ ആ ശബ്ദത്തോട് എനിക്ക് ഈ പാട്ടിൽ യോജിക്കാൻ പറ്റണം. അസാധ്യമായിരുന്നു നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ പാടിയത്. ആ പാട്ടിടാൻ വേണ്ടി ഞാൻ മണിമല രാജു എൻ്റെ അടുത്ത് നിർബന്ധിച്ചു. പക്ഷെ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഗംഭീര പാട്ടാണ് പുള്ളി അത് പാട്ട് ചെയ്തത്. അതെ, അദ്ദേഹത്തിന്റെ അവസാന കാലത്തുണ്ടായ നല്ലൊരു ഗാനമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെയാണ്. അതെ, രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു ഗുണം ആ കഥ സാധാരണ കേൾക്കില്ല. എൻ്റെ അടുത്ത് പിന്നെ ചോദിച്ചു ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ ഈ കഥാപാത്രം എങ്ങനെയാണ്. സാധാരണ രാധാകൃഷ്ണൻ ചേട്ടൻ അതൊന്നും ചോദിക്കില്ല എന്നാണ് കേട്ടത് സിറ്റുവേഷൻ. പക്ഷെ നമ്മളെ കൊണ്ട് പല പ്രാവശ്യം എൻ്റെ കഥയിലെ പല സന്ദർഭങ്ങളും ഈ ദിഗംബരൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് പുള്ളി ആഴത്തിലൊന്ന് മനസ്സിലായി. പല പ്രാവശ്യം ചോദിച്ചു. അപ്പോൾ ഇത് മതിയോ എന്ന് പുള്ളി നമ്മുടെ അടുത്ത് ചോദിക്കും. പ്രത്യേകിച്ച് എന്നോട് ചോദിക്കും, ഇവിടെയായിട്ട് ബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട്. ഒരുപക്ഷെ വലിയൊരു താരനിരയും അനന്തഭദ്രത്തിലുണ്ടായിരുന്നു. പൃഥ്വിരാജ് ഉണ്ടായിരുന്നു, ബിജു മേനോൻ. പക്ഷെ അന്നത്തെ കാലത്ത് അതൊരു വലിയ തുടക്കകാലമാണ്. അത്രയും വലിയൊരു സിനിമ 2,70,00,000 തീർന്ന സിനിമയാണ്. നെടുമുടി വേണുവൊക്കെ ഉണ്ടായിരുന്നു. വേണിച്ചേട്ടനുണ്ടായിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പല കലാകാരന്മാരും ഇപ്പോൾ ഇല്ല. ഞാൻ രുദ്രസിംഹാസനം ചെയ്യുമ്പോഴും എനിക്കത് നെടുമുടി വേണിച്ചേട്ട അതിന് പുള്ളിക്ക് 2-3 അവാർഡുകളൊക്കെ കിട്ടി. പക്ഷേ ആ കഥാപാത്രം രുദ്രസിംഹാസനത്തിലെ ശിവതാണു എന്ന് പറയുന്ന കഥാപാത്രത്തിനെ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല. രുദ്രസിംഹാസനം സുരേഷ് ഗോപിയാണ്. ആ സിനിമ എന്ന് പറയുന്ന ഒരു മാന്ത്രിക സിനിമയല്ല. പക്ഷെ അനന്തഭദ്രം എന്ന് പറയുന്ന ഇതിന് ശേഷം സുനിൽ പരമേശ്വരൻ്റെ സിനിമ എന്ന് പറഞ്ഞ് പോസ്റ്ററിലൂടെ ഇറങ്ങിയപ്പോൾ ആൾക്കാർ അനന്തഭദ്രം പ്രതീക്ഷിച്ചു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ സിനിമ ഭയങ്കരമായിട്ട് പോകുന്നുണ്ട് യൂട്യൂബിലൊക്കെ. ഒരുപക്ഷെ മലയാള സിനിമയിലേക്ക് വരുന്നതിന് മുമ്പേ താങ്കൾ കന്നഡ സിനിമയിലാണ് പോയത്. എങ്ങനെയായിരുന്നു അത്? അതെ, കന്നഡ സിനിമയിൽ യാദൃശ്ചികമായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത്, അവിടെ ഒരു സംവിധായകനുണ്ട് സൂര്യ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കഥ മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ആ കഥ ശരിയാവാത്തതുകൊണ്ട് ഇങ്ങനെ ഒരാളെ ഞാനുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ അവിടെ വിളിപ്പിക്കുകയും 3 രാത്രി കൊണ്ട് ഞാൻ ആ കഥ എഴുതി കൊടുത്തു. അതാണ് ദുർഗാശക്തി, രമ്യാകൃഷ്ണയുടെ നീലാംബരി, അങ്ങനെയുള്ള കന്നഡ പടങ്ങളെല്ലാം ഹിറ്റാണ്. അത് മലയാളത്തിൽ എഴുതിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണതാണ്. എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നിഗൂഢതയിലൂടെ യാത്ര ചെയ്യാനും നിഗൂഢതയിലെ നിഗൂഢതകൾ അറിയാനും. ഇരുട്ടിന് പേടിയാണ്, പക്ഷേ ഇരുട്ടിലൂടെ സഞ്ചരിച്ച് കിട്ടുന്ന പ്രകാശത്തിൽ എന്തുണ്ടെന്ന് അറിയാനും ഒക്കെ ഭയങ്കര ആകാംക്ഷ. അത് കന്നഡ ചിത്രങ്ങളും ഇതേപോലെ നിഗൂഢതയും എല്ലാം അതെ. രമ്യാകൃഷ്ണ കന്നഡ സിനിമയിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. കന്നഡ സിനിമ അഭിനയിക്കില്ല. അങ്ങനെ നീലാംബരി എന്ന് പറഞ്ഞ് ഞാൻ കഥ എഴുതിയിട്ട് ഈ കഥയുടെ ത്രെഡ് പറഞ്ഞു കൊടുത്ത് ഹൈദരാബാദിൽ പോയി ഇവരുടെ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ അവർ അഭിനയിക്കാൻ തയ്യാറായി. അത് ഭയങ്കര ഹിറ്റ് സിനിമയാണ്. പിന്നെ എനിക്ക് ആ സിനിമയോടുള്ള ഇപ്പോൾ എഴുത്തിലേക്ക് പൂർണ്ണമായിട്ട് ഞാൻ എഴുതാൻ മതി. ഒരാൾ പൂർണ്ണമായി തോന്നലുണ്ടായിപ്പോയി. ഒരു മനുഷ്യൻ ഞാൻ പൂർണ്ണനായി കഴിഞ്ഞു, ഇനി ഒന്നുമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ആത്മീയതയുടെ ഒരു തരം അവസ്ഥയാണത്. അതുണ്ടായിപ്പോയി. കന്നഡ ചിത്രങ്ങളും അതീന്ദ്രിയജ്ഞാനം അതൊക്കെ തന്നെയായിരുന്നു. അതെ. എനിക്ക് ദൈവം തന്നൊരു ശരിക്കും പറഞ്ഞ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്, എനിക്ക് 5 ദിവസത്തിൽ കൂടുതൽ ഒരു പുസ്തകം എഴുതാൻ വേണ്ട. അനന്തഭദ്രം 5 ദിവസമാണ്, രുദ്രസിംഹാസനം 7 ദിവസമാണ്. ഞാൻ മഹാഭാരതത്തിലെ ശകുനിയും ഇപ്പോൾ സിനിമയാകാൻ പോകുന്ന 100ാമത് മകൻ നേശൻ എന്ന് പറഞ്ഞ വലിയൊരു ഡയറക്ടറാണ് അത് സംവിധാനം ചെയ്യുന്നത്. അതൊക്കെ എനിക്കൊരു 10 ദിവസത്തിനകം സ്ക്രിപ്റ്റ് തീർക്കും. എഴുതുക എന്നുള്ളത് ഒരൊറ്റ എഴുത്താണ്. വളരെ വേഗത്തിൽ എഴുതും. ആ ചിന്തയൊന്നുമില്ല, അത് എഴുതി തീർക്കുകയാണ്. അത് ഈ ദൈവം തന്നൊരു നിനക്കിത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു തന്നത്. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? ഒരു പ്രേതഗാനമുണ്ട്. രാഘവൻ ഒരു ഗസ്റ്റ് ഹൗസിൽ വന്ന് കിടക്കുമ്പോൾ എൻ്റെ മനസ്സിലെ ഓർമ്മയാണ്. കിടക്കുമ്പോൾ ഈ പ്രേതത്തിൻ്റെ ഒരു തിരുവാതിര എന്ന് പറഞ്ഞൊരു പാട്ട്.
ഇഷ്ടം തോന്നിയ പാട്ടുകളാണ്. ഈ പ്രേതഗാനങ്ങൾക്ക് എപ്പോഴും ഒരു താളമുണ്ട്. പ്രേതങ്ങൾക്ക് വെള്ള വസ്ത്രവും അല്ലേ? അത് അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയോണ്ട് വെള്ളവസ്ത്രം ധരിപ്പിച്ചു എന്ന് കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ ഈ യാത്രകളിൽ എനിക്ക് മനസ്സിലായി അങ്ങനെ വസ്ത്രങ്ങളൊന്നുമില്ല, ഇതൊരു ഷാഡോ, ഒരു ഫീലാണ്. എങ്ങനെയാണ് ഈ മാന്ത്രിക തലത്തിലേക്ക് പഠിക്കണം അതല്ലെങ്കിൽ അത് അറിയണമെന്ന് തോന്നിയത്? അങ്ങനെ പഠിച്ചിട്ടുണ്ടോ താങ്കൾ? ഇല്ല, ഒന്നും പഠിച്ചിട്ടില്ല. മന്ത്രവാദം അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല. മന്ത്രവാദമൊക്കെ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയാറുണ്ട്. തന്ത്രമാന്ത്രികമൊക്കെ മനസ്സിലാക്കിയത് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. എഴുതാൻ വേണ്ടിയിട്ടുമല്ല, മാന്ത്രികതയിലൊരു ശക്തിയുണ്ടെന്നും ആ മാന്ത്രികതയുടെ ശക്തി പ്രപഞ്ചത്തിന് അതീതമാണെന്നും തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ ദുർമന്ത്രവാദം എന്താണ്? അപ്പോൾ എൻ്റെ എല്ലാ നോവലുകളിലും ദുർമന്ത്രവാദിയും മന്ത്രവാദവും നശിക്കും, അത് തിരിച്ചടിക്കും. താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങളല്ലാതെ അതിൻ്റെ ഫലമാണ് നമ്മുടെ ഈ സിനിമയ്ക്കകത്ത് കുമാരൻ തമ്പിയുടെ മൃത്യു എന്തുകൊണ്ടാണ്? അവൻ്റെ സ്വകാര്യമായിട്ടുള്ള ഭൗതിക സുഖങ്ങൾക്കായിട്ട് ലക്ഷ്യം ഉപയോഗിച്ചപ്പോൾ അവൻ്റെ കുലം നശിച്ചു. ആ കുലം നാശം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതു മാന്ത്രികനും മാന്ത്രികതയുടെ വ്യവസ്ഥ തെറ്റിച്ചാൽ കരിഞ്ഞു പോകും എന്നാണ്, കുലമുണ്ടാവില്ല പിന്നെ. അതുകൊണ്ട് തന്നെ എല്ലാ നോവലുകളിലും, എല്ലാ മാന്ത്രിക നോവലുകളിലും ഞാനത് വളരെ സ്പഷ്ടമായിട്ട് എഴുതുന്നുണ്ട്. മന്ത്രങ്ങൾ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ആൾക്കാർ മന്ത്രങ്ങൾ പഠിച്ച് രോഗങ്ങളായിട്ട് മാറുന്നുണ്ട്. പല മന്ത്രങ്ങളും തെറ്റാണ്. ഇപ്പോൾ ഓം ഹ്രീം എന്ന് പറഞ്ഞാൽ ഓം എടുത്ത് കളഞ്ഞിട്ട് ഹ്രീമേ എഴുതുള്ളൂ. കാരണം ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന ആമാശയത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ദഹനഗ്രന്ഥി ഇല്ലാതായി പോവും. അപ്പോൾ ഇതൊക്കെ അനുഭവമുള്ള ഒരു ഗുരുവിൽ നിന്ന് അത് വിധിയുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കേണ്ടതാണ്. അധർമ്മഭാരതം എന്ന് പറഞ്ഞൊരു വലിയ നോവൽ താങ്കൾ എഴുതുകയുണ്ടായി. എന്തായിരുന്നു അതിൻ്റെ പ്രചോദനം? പ്രചോദനം ഈ അധർമ്മഭാരതം ദുര്യോധനനെ ബേസ് ചെയ്തിട്ടുള്ള നോവലാണ്. പെരുതുരുത്തി മലനട എന്ന് പറയുന്ന ഒരു വെടിക്കെട്ട് അപകടമൊക്കെ ഉണ്ടായ ഒരു സ്ഥലമുണ്ട്, അടൂർ ഭാഗത്താണ്. അതെ. ആ പെരുതുരുത്തി മലനട കുട്ടിക്കാലത്ത് അമ്മയുടെ സ്ഥലം അതിൻ്റെ താഴെയാണ്. അപ്പോൾ ഞങ്ങളെ ആ മലനട അപ്പൂപ്പനാണ് എന്ന് പറഞ്ഞു. ഈ അപ്പൂപ്പൻ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ ഇത് ആരായിരുന്നു അപ്പൂപ്പൻ. അങ്ങനെ വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അപ്പൂപ്പൻ എന്ന് പറയുന്നത് ദുര്യോധനാണ്. ദുര്യോധന യുദ്ധമൊക്കെ കഴിഞ്ഞ് വളരെ കാലം ഇങ്ങനെ വിഷം അലഞ്ഞൊക്കെ നടക്കുമ്പോൾ കരിക്ക് വെട്ടിക്കൊടുത്തോടെ ഒരു കുടുംബം വെള്ളം വേണമെന്ന് പറയും. അങ്ങനെ അപ്പൂപ്പനെ സ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പെരുതുരുത്തി മലനടയിലെ ദൈവമാണ്. ദുഷ്ടനാണെന്ന് പറയുന്ന ഒരാളെ ദൈവമാക്കി ആരാധിക്കുന്നത് ദുര്യോധനാണ്. സ്വർഗരാജ്യം ലഭിച്ച ഒരാളും ദുര്യോധനാണ്. അപ്പോൾ അങ്ങനെ ദുര്യോധനെക്കുറിച്ച് മഹാഭാരതം മൊത്തം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു പ്രത്യേകതയുള്ളൊരു നോവൽ എഴുതാം. ദുര്യോധനൻ്റെ ശരികൾ ഒരു രാജാവിൻ്റെ ശരികളായിരുന്നു. അങ്ങനെ ഒരു രാജാവിൻ്റെ ശരികൾക്ക് വേണ്ടി എഴുതിയതാണ് അധർമ്മഭാരതത്തിൻ്റെ പുസ്തകം. മഹാഭാരതത്തിൽ നിന്നെടുത്ത 2 പുസ്തകമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഒന്ന് 12ാം പകിട ഞാൻ ശകുനി, മറ്റത് ഈ അധർമ്മഭാരതത്തിലെ ദുര്യോധനും. ബ്രാഹ്മണദേവത എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടല്ലോ. അതുണ്ട്. അത് ഈ മനുഷ്യ ദൈവങ്ങൾക്കെതിരെയുള്ളൊരു നോവലാണ്. ഞാൻ മനുഷ്യനാണെന്നും വിശ്വാസങ്ങളാണെന്നും എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ മനുഷ്യർക്ക് ഒരിക്കലും അവതാരങ്ങളാകാൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ മനുഷ്യനായിട്ട് ജനിച്ചപ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നു. ശ്രീരാമനും അത് തന്നെ. മനുഷ്യനായിട്ട് ജന്മമെടുത്തു കഴിഞ്ഞാൽ ആ ജന്മത്തിലെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള അടുത്ത ജന്മത്തിലേക്ക് അതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അതും അനുഭവിക്കേണ്ടി വരും. അപ്പം അവതാര പുരുഷന്മാർ മനുഷ്യരായിട്ട് ജനിച്ച് അവതാര പുരുഷന്മാരാണെങ്കിൽ പോലും നീ നിൻ്റെ ധർമ്മം കൈവിട്ടാൽ അവസാന കാലത്ത് നിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ 2 വ്യത്യസ്തമായിട്ടുള്ള ധ്രുവങ്ങൾ നിൽക്കുകയാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ 2 പുസ്തകങ്ങളും എഴുതിയിട്ടുള്ളത്. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, മണ്ണിൻ ദുഃഖങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവസാന കാലത്ത് നോക്കുമ്പോൾ മക്കൾ തമ്മിൽ യുദ്ധം ചെയ്യുവാണ്. അത് എടി കാട്ടിപ്പോയി വേടനായിട്ട് ബാലി ജനിച്ചു വന്ന് ഒളിയം പോയി കൊന്നു. അപ്പോൾ ആ പൂർവ്വജന്മത്തിലത് കിടപ്പുണ്ട്. ശ്രീരാമനാണെങ്കിലും അത് തന്നെ സരയൂ നദി ഇറങ്ങിപ്പോയില്ല. അപ്പോൾ ആ ദുഃഖം സഹിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ശക്തി അവതാര പുരുഷനക്ക് പോലും താങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ് നമ്മളെ കാലം ബോധ്യപ്പെടുത്തുന്നത്. നമ്മുടെ ആത്മീയത ആഴത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അതൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ പിന്നെ കണ്ടെത്താൻ പറ്റുള്ളൂ. അതിന് കാലമെടുക്കും, സമയം. പിന്നെ എന്നെ സ്വാധീനിച്ചിരുന്നത് സ്ഫടികമെന്ന് പറയുന്ന സിനിമയിൽ ഓർമ്മകൾ എന്നുള്ള എനിക്ക് സ്വാധീനിച്ച സിനിമയാണ്. അത് എന്തുകൊണ്ടെന്നാൽ മാതാപിതാക്കൾ ഇപ്പോൾ കുട്ടികളെ പെട്ടെന്ന് മിടുക്കന്മാരാക്കി എഞ്ചിനീയറും ഡോക്ടറും ആക്കാനും ശ്രമിക്കുക. ആ കുട്ടിയുടെ ടാലൻ്റ് എന്താണെന്ന് മനസ്സിലാക്കില്ല. അവൻ ഏതിലാണ് ടാലൻറ്റ്, അതിലൂടെ അവനെ വളർത്തിയെടുത്താൽ അവൻ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ മഹാപുരുഷനായിത്തീരും. അത് ശ്രമിക്കാതെ എഞ്ചിനീയറും ഡോക്ടറും ആക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ കഴിവുകളെ അടിച്ചമർത്തപ്പെടുമ്പോൾ അവൻ മറ്റൊരാളായിട്ട് മാറുന്നതിൻ്റെ എന്നെ വളരെ സ്വാധീനിച്ച സിനിമ. ഏതുപക്ഷെ അനന്തഭദ്രത്തെക്കാൾ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച സിനിമയാണ് സ്ഫടികം. അവനാ ഉണ്ടാക്കിയ കളിപ്പാട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള അവൻ്റെ കളിക്കൂട്ടുകാരുമായിട്ടുള്ള അവൻ്റെ ആ സഹവാസവും പിന്നെ ആ ചേഞ്ചസും ഒക്കെ ആ ജീവിതത്തിൻ്റെ ഒരു കഥാപാത്രത്തിൽ ഉടനീളം ആ കഥാപാത്രവും കഥയും വളർത്തിയെടുത്തേക്കുന്നതിൽ പ്രേക്ഷക മനസ്സിൽ വളരെ ചലനമുണ്ടാക്കിയ ഒരു കഥാപാത്രവും സിനിമയുമാണ് തോമ. ആടുതോമയായിട്ട് മാറണമെങ്കിൽ അവൻ്റെ മനസ്സറിയാതെ പോയ ഒരു പിതാവുണ്ടായിരുന്നു എന്നുള്ളതാണ്, ചാക്കോ മാഷ്. അപ്പോൾ അതിലെ ആ ഓർമ്മകൾ എന്ന് പറയുന്ന ഒരു ഗാനം. നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം. എഴുത്തിൻ്റെ വഴിയിൽ ഇനി ബാക്കിയുള്ളത് എന്താണ്? 42 നോവലുകൾ അല്ലേ? പുരസ്കാരം ഉൾപ്പെടെയുള്ളത് ഇനിയും എഴുതാൻ വല്ലതും ബാക്കിയുണ്ടോ? അങ്ങനെയില്ല. നമുക്ക് ബോധവും എഴുതാനുള്ള കഴിവ്, കൈകൾ ചലിക്കുന്നതോടും ബോധം നമുക്ക് ഉള്ളിടത്തോളം കാലം കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാനും
അങ്ങനത്തെ പുസ്തകങ്ങൾ എഴുതാനും ഒക്കെ ഈശ്വരൻ ആണല്ലോ. ഈശ്വരനാണല്ലോ ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. നമ്മളാലൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല. ഇതൊക്കെ നമ്മളാൽ സൃഷ്ടിക്കപ്പെടണമെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി തരുന്ന ഊർജ്ജം ഉള്ളിടത്തോളം കാലം അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ്. അത് യാത്രയാണല്ലോ. എഴുത്തെന്ന് പറയുന്നത് അവസാനിപ്പിക്കാനുള്ളതല്ല, ഓരോന്ന് തീരുമ്പോഴും അടുത്തത് ആരംഭിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സർവേശ്വരൻ എത്ര കാലം നമുക്കതിനുള്ള ഊർജ്ജം തരും, അത്രയും കാലം മുമ്പിലോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. വളരെ സന്തോഷം. ഈ തിരക്കിനിടയിലും ആകാശവാണിയിൽ വന്ന് ഇത്രയും സമയം ചെലവാക്കിയതിനും ഓർമ്മകൾ പങ്കുവച്ചതിനും വളരെ നന്ദി. വളരെ നന്ദി. സന്തോഷം, വളരെ സന്തോഷം. നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ സുനിൽ പരമേശ്വരൻ അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ നിർവഹണം MV ശശികുമാർ, നിർവഹണ സഹായം വിനോദ് കല്ലറ.